സാർ, ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. അവിടെ ഒരു ഗണപതി പൂജയിൽ പങ്കെടുക്കാനായാണ് എത്തിയത്. പക്ഷേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു. ഇതിനകത്ത് എന്തെങ്കിലും ശരികേടുണ്ടോ? അതിലെന്താ ശരികേട്? കാരണം ഒരാളൊരു സ്ഥലത്തേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പോകുന്നത് ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. അതെ. ഇപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി പോകുന്നത് ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ പ്രശ്നമാണത്. വിവാദവും കുഴപ്പവും ഇതൊക്കെയാണ്. ചിലപ്പോൾ PV അൻവറിൻ്റെ വീട്ടിലേക്ക് പോയാലും ഇത് പ്രശ്നമാവും. അതെ. പക്ഷേ ഒരു സൽകീർത്തി സമൂഹത്തിൽ ഉള്ള ഒരാൾ നാട്ടിൽ രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ല, വലിയ പദവിയാണ്. അത് ഒരാളല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ ഒരാൾ മാത്രമുള്ളൊരു പോസ്റ്റാണത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ വീട്ടിലൊരു പൂജ നടക്കുന്നു, ക്ഷണിക്കുന്നു, അവിടെ പോകുന്നു. അദ്ദേഹത്തിന് ഇതുവരെ കളങ്കമൊന്നുമുള്ള ജീവചരിത്രമല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ശരിക്ക് ജീവിതം നോക്കുകയാണെങ്കിൽ വിധികളെ സംബന്ധിച്ച ആളുകൾക്ക് ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ടാവും. ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ ദത്തെടുത്ത് സ്വന്തം വീട്ടിൽ വളർത്തുന്ന ഒരാളാണ് അദ്ദേഹം. ഇതൊക്കെ എത്ര പേര് ചെയ്യും? അതെ, മാനവികതയുടെ വലിയൊരു മുഖമാണത്. അങ്ങനെ തോന്നുക, അങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാൾ. ചില സമയത്ത് ചില വിധികൾ സനാതന ധർമ്മത്തിന് നിരക്കുന്നതല്ല എന്നൊക്കെ തോന്നാം. കാരണം ഈ സ്വവർഗ വിവാഹമൊക്കെ പോലത്തെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒക്കെ നിലപാടുകളും വിധികളും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ചീഫ് ജസ്റ്റിസായ ആദ്യകാലങ്ങളിലൊക്കെ ചില വിധികൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സോറോസിന് താല്പര്യമുള്ള ആളുകൾ കൊണ്ടുപോയി ചില കേസൊക്കെ കൊടുക്കുമല്ലോ. ഈ കോർപ്പറേറ്റ്സ് പണം കൊടുക്കുന്ന പരിപാടിയില്ലേ, ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട്, അതിൻ്റെ അകത്തൊക്കെ ആയിട്ടുള്ള വിധിയിലുമൊക്കെ ആളുകൾക്ക് സംശയം തോന്നാം. പക്ഷെ അത് കുറച്ചുകൂടി സുതാര്യമായിരിക്കണം, എല്ലാവരുടെയും പേര് വെളിപ്പെടുത്തണം എന്നൊക്കെയേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സുതാര്യമായിട്ട് വീണ്ടും ആ നിയമം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ പോയ ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേകതരം വക്കീൽമാരുണ്ടല്ലോ സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രശാന്ത് ഭൂഷൺ, ഇന്ദിരാ ജയ്സിംഗ്. പ്രശാന്ത് ഭൂഷൺ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കേസ് തോറ്റു. ഇസ്രയേലിന് ഇന്ത്യ ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു തല്ലിപ്പൊളി കേസ് കൊണ്ടുപോയിട്ട്, അത് പ്രശാന്ത് ഭൂഷണ് തന്നെ മനസ്സിലാകേണ്ടതാണ് അത് നിലനിൽക്കുന്നതല്ലാന്ന്. പക്ഷേ ഒരു കക്ഷി പൈസ കൊടുക്കുന്നുണ്ടാവുമല്ലോ, പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വംശഹത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം അമാസ് ചെയ്തതോ, അപ്പോൾ സുപ്രീം കോടതി അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബംഗ്ലാദേശിൻ്റെ കാര്യവും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓരോ സ്ഥലത്തും നടക്കുന്ന മാലദ്വീപിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. വിദേശ നയം സർക്കാരിൻ്റെതാണ്, അതൊക്കെ ശരിയായ നിലപാടാണ്. ഇതിപ്പോൾ പ്രശാന്ത് ഭൂഷൺ, ഇന്ദിരാ ജയ്സിംഗ്, അതിൻ്റെ കൂട്ടത്തിൽ BL സന്തോഷ്, സഞ്ജയ് റാവത്ത് തുടങ്ങിയ ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. BJP നേതാക്കളൊക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് നവംബർ 10 റിട്ടയർ ചെയ്യും. ഈ നവംബർ 10 അധികം ഇല്ല, ഒരു മാസം കഴിഞ്ഞാൽ. അതെ, പരമാവധി ഇപ്പോൾ 60 ദിവസമെന്നോ 2 മാസമെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലാണ്. പക്ഷെ അദ്ദേഹം സാധാരണഗതിയിൽ ജഡ്ജിമാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവ് പുതിയ പദവിയൊന്നും സ്വീകരിക്കരുത് എന്നൊക്കെയുള്ള നിലപാട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പ്രത്യേകിച്ച് ഈ ചന്ദ്രചൂഡ് നവംബർ 10 റിട്ടയർ ചെയ്യും, വിരമിക്കുമ്പോൾ വിരമിച്ചു കഴിഞ്ഞാൽ ഇനി ഈ സാഹചര്യത്തിൽ ഈ പൂജയ്ക്കൊക്കെ മോദി പോയതുകൊണ്ട് പുതിയ പദവി വല്ലതും കൊടുക്കുമോ, അതിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ആളുകൾക്ക് സംശയിക്കാം. അത് ആ രഞ്ജൻ ഗൊഗോയിയുടെ ഒക്കെ കാലത്ത്, രഞ്ജൻ ഗൊഗോയി സുപ്രീം കോടതി ഇത് കഴിഞ്ഞിട്ട് പിന്നെ രാജ്യസഭയിലേക്കൊക്കെ വന്നല്ലോ. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ ചന്ദ്രചൂഡിൻ്റെ നിലപാടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു നിശ്ചിത കാലമെങ്കിലും പുതിയ പദവികളൊന്നും സ്വീകരിക്കരുത്. അങ്ങനെ അദ്ദേഹം ചിലപ്പോൾ ഈ NGO, ഈ പറഞ്ഞ പോലെ സന്നദ്ധ സംഘടനകളൊക്കെ ആയിട്ടോ
അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യ മുഖമൊക്കെയുള്ള സംഘടനകളൊക്കെ ആയിട്ട് നിലകൊള്ളാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ എന്തായാലും ദൈവഭക്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഗണപതി പൂജയാണ്. മാത്രമല്ല, ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതൊക്കെ കാണാം. ഈ മോദി വിളക്ക് കൊളുത്തുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരു ആ അതിഥിയെ അനുഗമിച്ച് യാത്രയാക്കുന്നതൊക്കെ ഉണ്ട് സന്തോഷത്തോടു കൂടി. ആ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഭാര്യയും നമുക്ക് കാണാം. എന്നിട്ട് മോദി എക്സിൽ ഇത് പറഞ്ഞിരുന്നു. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ ഗണേശ് പൂജയിൽ പങ്കെടുത്തിരുന്നു. ഭഗവാൻ ശ്രീ ഗണപതി നമുക്കെല്ലാവർക്കും സന്തോഷം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, നല്ല ആരോഗ്യവും നൽകട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് മോദി ഈ കാര്യം അറിയിച്ചിരുന്നു. മോദി ഇത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല. വീഡിയോ ഉണ്ടല്ലോ. ചന്ദ്രചൂഡും മറച്ചൊന്നും വെച്ചിട്ടില്ല. രഹസ്യമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. പല രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് പോലെയുള്ള രഹസ്യമായ കാര്യങ്ങളൊന്നും ഇവരാരും ചെയ്യുന്നവരല്ല. അപ്പോൾ ഇന്ദിരാ ജയ്സിംഗ് എക്സിൽ ഈ സന്ദർശനത്തിനെ വിമർശിച്ചു, ചീത്ത പറഞ്ഞ് 2-3 വരി എഴുതി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഈ വിഭജനം, അതിൽ ഒത്തുതീർപ്പ് ചെയ്തിരിക്കുന്നു. ആ വിഭജനം നിലനിർത്താതെ ഈ രാഷ്ട്രീയ മുമ്പ് കേരളത്തിൽ നിന്നുള്ളൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, ഡൽഹിയിൽ. ഇവിടെ നിന്ന് മുമ്പ് അദ്ദേഹത്തിന് കരുണാകരനാണ് ഇവിടെ ഹൈക്കോടതിയിൽ ജഡ്ജി തന്നെ ആക്കിയത്. അദ്ദേഹത്തിന് അദ്ദേഹം ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്നറിയാമോ? എത്ര രാഷ്ട്രീയ നേതാക്കളെ. ചന്ദ്രചൂഡൊക്കെ അതിൻ്റെ 1% ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും തമ്മിൽ ബന്ധപ്പെടാതിരിക്കണം. സാധാരണഗതിയിൽ ജഡ്ജിമാർ വീട്ടിലിങ്ങനെ ആളുകളെ കാണാതിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. കേസുകളെ അത് സ്വാധീനിക്കും, ഇടപെടും എന്നൊക്കെ. പിന്നെ ചില ജഡ്ജിമാർ ഇന്നയാൾ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ കേസ് ഒഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ചെറിയ ഇതിലൊക്കെ ഉള്ളൂ. അപൂർവം സിസ്റ്റർ അഭയ കേസിൽ ഇടപെട്ടു എന്നൊക്കെ പറയുന്നൊരു ജഡ്ജി ഉണ്ടല്ലോ ബാംഗ്ലൂരിലും ഒക്കെ, പിന്നീട് പോയ അദ്ദേഹത്തിനൊക്കെ എല്ലാ ദിവസവും മറ്റേ രാഷ്ട്രീയ നേതാക്കൾ പോകുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അപ്പോൾ എന്നിട്ട് അവർ പറയുക, ഇന്ദിരാ ജയ്സിംഗ് ചീഫ് ജസ്റ്റിസിൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇതിനെ പരസ്യമായിട്ട് അപലപിക്കണം. പിന്നെ ചീഫ് ജസ്റ്റിസും എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു വേർതിരിവ് എപ്പോഴും നിലനിൽക്കണം. അതാണ് അവരെഴുതിയത്. അവർ സുപ്രീം കോടതി ബാർ അസോസിയേഷനെ ടാഗ് ചെയ്തിട്ടുണ്ട് അവരുടെ കുറിപ്പിൽ. പിന്നെ കപിൽ സിബലിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. കപിൽ സിബലാണല്ലോ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. പക്ഷെ കപിൽ സിബൽ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല, ഒന്നും പ്രതികരിച്ചിട്ടില്ല. സിബലിന് ചില കേസുകളൊക്കെ ജയിക്കേണ്ടതുണ്ട് എന്നൊക്കെ സ്ഥിരം തോൽക്കുന്ന ആളല്ല വല്ലപ്പോഴും ഒക്കെ. പക്ഷേ ഈ കൽക്കട്ട കേസില്ലേ, ആ മെഡിക്കൽ കോളേജ് കേസില്ലേ, അതിലൊക്കെ കപിൽ സിബൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബബ്ബ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെയൊക്കെ കാര്യമുണ്ടല്ലോ, FIRന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം, അതും ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം എന്നുള്ളതൊക്കെ. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ അത് കഴിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളെ ഏറ്റെടുത്തു. അപ്പോൾ മറ്റേ ശിവസേനയുടെ ലീഡർ ഉദ്ധവ് താക്കറെ, അതിൻ്റെ നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു, ഗണപതി ഉത്സവം എല്ലായിടത്തും ആഘോഷിക്കുന്നുണ്ട്, എല്ലാവരും മറ്റുള്ളവരുടെ വീടുകളിൽ പോയി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എവിടെയെങ്കിലും പോയോ എന്നറിയില്ല. ഗണപതി ഉത്സവം എല്ലായിടത്തും, ഡൽഹിയിൽ എല്ലായിടത്തും ഉണ്ട്, അവിടെ മഹാരാഷ്ട്ര സദനിലും അത് ആഘോഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോയി അവർ ഒന്നിച്ച് ആരതി ഒഴിയുകയുണ്ടായി ഗണപതിക്ക്. ഇത് ഈ ഭരണഘടനയുടെ കാവൽക്കാർ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ
കണ്ടു കഴിഞ്ഞാൽ സംശയം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ പ്രതികരണമായിട്ട് കണ്ടാൽ മതി അത്. അതല്ലെങ്കിൽ അവരതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. മഹാരാഷ്ട്രയിലൊക്കെ ഗണേശോത്സവം വളരെ പ്രധാനമാണ്. നമ്മളൊരു ചർച്ച അതിനെപ്പറ്റി നടത്തിയിരുന്നതാണ് ഇവിടെ. അതെങ്ങനെയാണ് ബാൽ ഗംഗാധർ തിലക് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ഇത് ഷോക്കിംഗ് ആണ്. ചന്ദ്രചൂഡ് മോദിയെ വീട്ടിൽ ഈ സ്വകാര്യ സന്ദർശനത്തിന് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇത് മോശപ്പെട്ട സിഗ്നലാണ്. ജുഡീഷ്യറിക്ക് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അത് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. അതുകൊണ്ട് വേറിട്ട് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറുപടി BL സന്തോഷ് BJPയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നിച്ച് നിൽക്കുക, ആഘോഷിക്കുക, പിന്നെ പൗരബോധം ഉണ്ടാകുക, സഹജാവബോധം ഉണ്ടാവുക, ഇതൊക്കെയാണ് നടക്കുക. അങ്ങനെ ഒന്നിച്ച് ദേശീയ യാത്ര നടത്തുന്നത് ഈ ലെഫ്റ്റ് ലിബറൽസ്, ഈ ഇടതുപക്ഷക്കാർക്ക്, ഇടതുപക്ഷ സ്വാതന്ത്ര്യവാദികൾ, അരാജകവാദികൾക്ക് അയിത്തമാണ് അത്തരം കാര്യങ്ങളോട്. താല്പര്യമില്ല. ദേശീയ താല്പര്യം മുൻനിർത്തി ഒന്നിച്ച് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ അവരെ കിട്ടില്ല. അതാണ് ഗണപതി പൂജ. ഒരു ചിലപ്പോൾ ഗണപതി പൂജയോട് തന്നെയുള്ള വിരോധമായിരിക്കും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. സുപ്രീം കോടതി ഒരു മറ്റേ ബാർ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നതൊന്നും ധാർമ്മികത അളക്കാനുള്ള ഒരു മാപിനിയല്ല എന്നാണ് അങ്ങേര് പറഞ്ഞത്. ഇത് ഭരണഘടനയിൽ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും രണ്ടായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഗണപതി പൂജയ്ക്ക് ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് രാഷ്ട്രത്തലവനെ വിളിക്കാമോ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അകത്തെ പ്രശ്നം. അങ്ങനെ വീട്ടിലൊരു സ്വകാര്യമായ ചടങ്ങ്, നമ്മൾക്ക് ഉദാഹരണത്തിന് ആ ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിൻ്റെ വിവാഹ ചടങ്ങാണെന്ന് വിചാരിക്കുക. പ്രധാനമന്ത്രി വിളിച്ചുകൂടെ? വിളിക്കാം അദ്ദേഹത്തിന്. അതുപോലെ തന്നെയല്ലേ വേറൊരു സ്വകാര്യ ചടങ്ങായ ഗണപതി പൂജ, അതിന് അദ്ദേഹത്തിനെ വിളിച്ചു. അവർ ഗണപതിക്കാണ് ആരതി ഒഴിഞ്ഞത്. അദ്ദേഹവും ഹിന്ദുവാണ്, ചന്ദ്രചൂഡ്. അദ്ദേഹം ഗണപതിയെ ആദരിക്കുന്നുണ്ട്. മറ്റേ നരേന്ദ്രമോദിയും ആദരിക്കുന്നുണ്ട്. അവർ സംയുക്തമായിട്ട് ഗണപതിക്ക് അതുകൊണ്ട് ആരതി ഒഴിയുകയും ചെയ്തു. ഒരു വിവാഹ സ്ഥലത്താണ് മോദി പോയിരുന്നതെങ്കിലോ പുഷ്പങ്ങൾ വർഷിക്കേണ്ട ഘട്ടം, താലികെട്ടിൻ്റെയൊക്കെ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ? കാരണവർ എന്നുള്ള നിലയ്ക്കുള്ള സ്ഥാനമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനം വെച്ചെങ്കിൽ ഒരു കാരണവരുടെ സ്ഥാനമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതാണ് ആ ആരതി ഒഴിഞ്ഞതിൽ നമ്മൾ കണ്ടത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ധരിച്ചിരുന്നത് ചന്ദ്രചൂഡിൻ്റെ ചില വിധികളൊക്കെ കാരണം അദ്ദേഹം കടുത്ത മതേതരവാദി എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ മാർക്ക്, മര്യാദയ്ക്ക് മതേതരവാദി ആയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു മതേതരവാദിയാണെന്നൊക്കെ കരുതിയിരുന്നു ചില അഭിപ്രായങ്ങൾ കൊണ്ടൊക്കെ. ഇപ്പം എന്ത് പറ്റി? ഋഷി സുനക്കൊക്കെ ഇതെപ്പോഴും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തൊരു ഗണപതി ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഭാഗത്താണ് സ്വകാര്യ ജീവിതത്തിൽ എന്ന് ചന്ദ്രചൂഡ് പരസ്യപ്പെടുത്തി. അത് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ വിരോധമില്ല എന്ന് തോന്നി. സനാതനധർമ്മ പാതയിൽ ഏതു ഹിന്ദു സഞ്ചരിക്കുന്നതും നല്ലതാണ്.